ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന പാർട്ടാണ്. തേർഡ് പാർട്ടാണ്. നമ്മൾ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. നെക്സ്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഡെഫിനേഷൻസും അതിൻ്റെ സ്കോപ്പും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ്. എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കൊണ്ട്, എന്തിനാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം 7 ഒബ്ജക്റ്റീവുകളാണ്. അതിൽ ആദ്യം പറയുന്നത് ടു പ്രൊവൈഡ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഒരു കസ്റ്റമറെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈ ആവുന്നത്, അതാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എപ്പോഴാണോ സാറ്റിസ്ഫൈ ആവുന്നത് അപ്പോഴാണ് ഒരു കസ്റ്റമർ എന്താണ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ എന്നൊക്കെ പറയുന്നത്. അതിനെയാണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ടു യൂട്ടിലൈസ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ കയ്യിലുള്ള റോ മെറ്റീരിയലും മെഷീനറിയും മാൻ പവറും മറ്റു ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കസ്റ്റമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമ്മളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മിനിമം കോസ്റ്റ്, നല്ല ക്വാളിറ്റി, നല്ല ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കുമ്പോഴാണ് ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ആവുന്നത്. ഓക്കെ, അതാണ് ടു പ്രൊവൈഡ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് എ കീ ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഏതൊരു ഓർഗനൈസേഷൻ്റെയും കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഈ ബിസിനസ് ഒക്കെ എന്താണ്, എല്ലാ ബിസിനസ്സുകാരും നല്ല ഡെക്കറേഷൻ അല്ലെങ്കിൽ നല്ല പ്രൈസിൽ നല്ല ഓഫറുകൾ നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമർ സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമേ ആ കസ്റ്റമർ വഴി മറ്റു കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, മൂന്നാമതായി പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിങ് ദ റൈറ്റ് പ്രോഡക്ട്സ് അറ്റ് ദ റൈറ്റ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം. അതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പ്രൊവൈഡിങ് റൈറ്റ് പ്രോഡക്റ്റ് അറ്റ് എ റൈറ്റ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ പ്രൈസിൽ ശരിയായ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് കസ്റ്റമർ സർവീസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. റിസോഴ്സസ് മസ്റ്റ് ബി കെയർഫുള്ളി യൂട്ടിലൈസ്ഡ്. ശ്രദ്ധിച്ച് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ റോ മെറ്റീരിയൽ ആവട്ടെ, മെഷീനറി ആവട്ടെ, മാൻ പവർ ആവട്ടെ, കമ്പനിക്ക് ലോസ് വരും. ഇൻഎഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ലീഡ്സ് ടു കൊമേഴ്ഷ്യൽ ഫെയിലിയർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫെയിലിയറിന് വരെ കാരണമായേക്കാവുന്ന ഒരു സംഗതിയാണ് ഇൻഎഫിഷ്യൻറ്റ് യൂസേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ ഇഷ്ടംപോലെ കിട്ടുന്നു എന്ന് കരുതി നമ്മൾ ഒരുപാട് എടുത്ത് അങ്ങ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താവും, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മെഷീനറി ഡാമേജ് ആവും, അതും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന മാൻ പവറിന് ഡാമേജ് വരാം. ഇതിൽ ഏത് ഡാമേജ് വന്നാലും അതിനെ അൾട്ടിമേറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്, ഓക്കെ. ലാസ്റ്റ് പറയുന്നത് ഇറ്റ് എയിംസ് അറ്റ് ഒബ്റ്റെയിനിങ് മാക്സിമം ഔട്ട്പുട്ട് ഫ്രം ദ അവൈലബിൾ റിസോഴ്സസ് വിത്ത് മിനിമം കോസ്റ്റ്. അതാണ് ഒരു ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ല ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാക്സിമം ഔട്ട്പുട്ട്, നമ്മളെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റിൽ ഉള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്ലിയർ? ഇറ്റ് എയിംസ് അറ്റ് റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ എയിമാണ് ആരുടെ, ഈ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ. The cost per unit of product has to be set properly, and all the efforts should be taken to control the actual cost to predetermined cost of production. അതായത്
കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് നമ്മൾ എന്താണ് ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അതിനെ ഒരു യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന എല്ലാ എഫേർട്സും എന്താണ്, ആ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിന് 10 രൂപയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് സെറ്റ് ചെയ്തെങ്കിൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന ഫുൾ എന്താണ്, ആ 10 രൂപയുടെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആ 10 രൂപേൻ്റെ ഉള്ളിൽ ആ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ള എഫേർട്ടുകളായിരിക്കും പിന്നീട് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത്. ദ വേരിയബിൾ കോസ്റ്റ് ചേഞ്ചസ് വിത്ത് എവറി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് രണ്ട് തരാമെന്ന് അറിയാം, ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എന്താണ്, ഓരോ ലെവൽ ഓഫ് പ്രൊഡക്ഷനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറച്ച് കോസ്റ്റ് മതി, ഒരു ദിവസം പിറ്റത്തെ ദിവസം കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ കൂടുതൽ കോസ്റ്റ് വേണം. ദിസ് വേരിയബിൾ കോസ്റ്റ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ മീൻസ് ഓഫ് ഇൻവെൻട്രി ആൻഡ് ലേബർ കൺട്രോൾ ടെക്നിക്സ്. നമുക്ക് ഈ വേരിയബിൾ കോസ്റ്റ് എന്താണ്, ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ കോസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രിയും ലേബർ കൺട്രോൾ ടെക്നിക്സ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വേരിയബിൾ കോസ്റ്റ് ചെക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. നാലാമത്തതായിട്ട് പറയുന്നത് ടു ഇംപ്രൂവ് പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് അധികം ചിലവാക്കിയാലും അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് അധികം ചിലവാക്കിയാലും നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് എന്താണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് അല്ലേ. അപ്പോൾ കമ്പനി അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കമ്പനിക്കകത്തും കമ്പനി എന്ത് ചെയ്യണം, ഒരുപാട് ക്വാളിറ്റി കൺട്രോളും മറ്റു മെയിൻ്റനൻസ് ഒക്കെ നടത്തണം. അപ്പോൾ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്വാളിറ്റി കൺട്രോളും മറ്റൊന്ന് മെയിൻ്റനൻസുമാണ്. മെയിൻ്റനൻസ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ. അതായത് കമ്പനിക്ക്, അതായത് മിഷനറിക്ക് ഡാമേജ് വരാതെ, പ്രോഡക്റ്റിന് ഡാമേജ് വരാതെ, റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യുക, മിഷനറി പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ആ പ്ലാന്റ് പ്രോപ്പറായിട്ട് എപ്പോഴും റെഡി ടു യൂസ് എന്നുള്ള നിലയിൽ കൊണ്ടു നടക്കുന്നതിനെയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് ഓൾ ദോസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്, വിച്ച് ആർ ഡിസൈൻ ടു ഡിഫൈൻ, മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ സ്പെസിഫിക് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ്. നമ്മൾ റീസണബിൾ ലിമിറ്റ്സിൽ കോസ്റ്റ് ആവാം, മിനിമം കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ ടൈം ആവാം, എന്താണെങ്കിലും എന്താണ്, ആ റീസണബിൾ ലിമിറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്പെസിഫിക് ക്വാളിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ ഒരു സ്പെസിഫിക് ക്വാളിറ്റിയിൽ കൺട്രോൾ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഡിഫൈൻ ചെയ്യുകയും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ മെയിൻ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ആ സ്പെസിഫിക് ക്വാളിറ്റിയിൽ താഴേക്ക് പോവാതെ അത് കൺട്രോൾ ചെയ്ത് നിർത്തുകയും വേണം. പക്ഷെ അതേസമയം എന്താണ്, ആ റീസണബിൾ ലിമിറ്റ്സിനുള്ളിലായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ, ലിമിറ്റഡ് കോസ്റ്റിനുള്ളിൽ, ലിമിറ്റഡ് ക്വാളിറ്റീൻ്റെ ഉള്ളിൽ വേണം നമ്മളത് എന്ത് ചെയ്യാൻ. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെഗുലേഷൻ ഓഫ് ഓൾ വേരിയബിൾസ് അഫക്റ്റിംഗ് ദ ഗുഡ്നെസ് ഓഫ് ഫൈനൽ പ്രോഡക്റ്റ്. നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫൈനൽ പ്രോഡക്റ്റിലാണ്, അവസാനം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് അതിലാണ്. അപ്പോൾ അത് എന്താണ്, ആ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ എന്താണ് ഗുഡ്നെസ്, നല്ലൊരു എന്താ പറയുക, ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ്, അതിനെ ഒരു സിസ്റ്റമാറ്റിക് റെഗുലേഷനിലൂടെ കൺട്രോൾ ചെയ്യുകയാണ് ഏത്, ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ദാറ്റ് ദ എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ് ആർ പ്രാക്ടീസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാൻഡേർഡ്സും പ്രാക്ടീസസും ഒക്കെ എന്താണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഈ ക്വാളിറ്റിയിൽ വരും. ഇറ്റ് ഡസ് നോട്ട് അറ്റംപ്റ്റ് ടു അച്ചീവ് ദ പെർഫെക്റ്റ് ക്വാളിറ്റി ബട്ട് ടു സെക്യൂർ സാറ്റിസ്ഫാക്ടറി ഓർ റീസണബിൾ ക്വാളിറ്റി അറ്റ് എ റീസണബിൾ ലെവൽ ഓഫ് കോസ്റ്റ്. അതായത് ഈ പെർഫെക്റ്റ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ മുഴുവനായിട്ടും സാധിച്ചില്ലെങ്കിലും പക്ഷെ എന്താണ്, ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ അല്ലെങ്കിൽ ഒരു റീസണബിൾ ക്വാളിറ്റി എന്താണ്, ഒരു റീസണബിൾ കോസ്റ്റിൽ അച്ചീവ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറ്. ഓക്കെ, അഞ്ചാമത്തത് ടു ഫിക്സ് ടൈം ഷെഡ്യൂൾ. ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സമയം വേണം അല്ലേ.
ടു എസ്റ്റാബ്ലിഷ് ടൈം ഷെഡ്യൂൾ ഫോർ വേരിയസ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്. ഓരോ ഓപ്പറേഷണൽ ആക്ടിവിറ്റിക്കും കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾ വേണം. ഇത്ര സമയത്ത് തുടങ്ങണം, ഇത്ര സമയത്ത് അവസാനിക്കണം. ഓക്കെ. The schedule fixation includes operating cycle time, inventory turnover rate, മെഷീൻ യൂട്ടിലൈസേഷൻ റേറ്റ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു മെഷീൻ്റെ കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ 400 പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് 400 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മെഷീൻ്റെ യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത പോലെ തന്നെയാണോ നടക്കുന്നത്. ഇൻവെൻട്രി ടേൺ ഓവർ റേറ്റ്, ഒരു മണിക്കൂറിന് ഇൻവെൻട്രി കീപ്പ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കോസ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഇൻവെൻട്രി ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ടൈം, എത്ര സമയമാണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആ ഒരു ഷെഡ്യൂൾ ഫിക്സേഷനിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി ആറാമത്തായിട്ട് പറയുന്നത് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആണ്. ടു ടേക്ക് നമ്പർ ഓഫ് ഡിസിഷൻസ് വിത്ത് റിഗാർഡ്സ് ടു മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്. നമ്മൾ കൃത്യമായിട്ട് എന്താണ് മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക ഫോർകാസ്റ്റിനനുസരിച്ച് എന്താണ് കൃത്യമായ മെഷീനറിയും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായ നമ്പർ നമ്മൾ ഡിസിഷൻസ് നോക്കണം. ന്യൂ മെഷീൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ഓൾഡ് മെഷീൻസ് ആർ ടു ബി റീപ്ലേസ്ഡ്. പഴയ മെഷീൻസ് ഒരു നിലക്കും നമുക്ക് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റിയിട്ട് പുതിയ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുക തന്നെ വേണം. ഇറ്റ് ഹാസ് ടു എൻഷുർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ആ ഇൻസ്റ്റാൾ ചെയ്ത മെഷീനറിയും എക്യുപ്മെൻറ്റ്സും കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ആ കപ്പാസിറ്റി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, വേസ്റ്റേജ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ലാസ്റ്റ് ഏഴാമത്തത് പറയുന്നത് മെറ്റീരിയൽ കൺട്രോൾ ആണ്. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ സെയിൽസ് ഫോർകാസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാൻ ദ മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഈസ് ഡൺ. അതായത് നമ്മുടെ കയ്യിൽ ഒരുപാട് റോ മെറ്റീരിയൽ ഉണ്ടെന്ന് എഴുതി ഒരുപാട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് മെഷീനറി ഉണ്ടെന്ന് എഴുതി തോന്നിയ പോലെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കമ്പനിക്ക് ലോസ് ആണ്. അത് വരാതിരിക്കാനാണ് ഈ മെറ്റീരിയൽ കൺട്രോൾ ഉപയോഗിക്കുന്നത്. അപ്പം മെറ്റീരിയൽസ് പ്ലാനിങ്ങും പ്രൊഡക്ഷൻ പ്ലാനും ഫോർകാസ്റ്റിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കൺട്രോൾ എന്ത് ചെയ്യുന്നത്. ദിസ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇൻഡിവിജ്വൽ റിക്വയർമെന്റ്സ് ഓഫ് പാർട്സ്, preparing materials budget, forecasting the levels of inventories, scheduling the orders, and monitoring the performance in relation to production and sales. അതായത് ഇവിടെ എന്താണ് എസ്റ്റിമേറ്റിംഗ് ദ ഇൻഡിവിജ്വൽ റിക്വയർമെന്റ് ഓഫ് പാർട്സ്. ഓരോ റിക്വയർമെന്റ് പാർട്സിന്റെ റിക്വയർമെന്റ്സ് കണക്കിലെടുക്കുക. പ്രിപ്പയറിംഗ് മെറ്റീരിയൽ ബഡ്ജറ്റ്, എത്ര മെറ്റീരിയൽ വേണം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഡിമാൻഡ് അച്ചീവ് ചെയ്യാൻ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എത്ര മെറ്റീരിയൽ വേണം, അതിന് ഇൻവെൻട്രിയുടെ ലെവൽ എത്രത്തോളം നമ്മൾ കീപ്പ് ചെയ്യണം, അതിന് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ്, ഓർഡർ ഷെഡ്യൂളിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ മോണിറ്റർ ചെയ്യണം, ഒക്കെ എന്താണ് ഈ പ്രൊഡക്ഷൻ സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് എന്ത് വരും, ലോസ് വരും. അല്ലെങ്കിൽ തോന്നിയ പോലെ പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റ് ആവും, ഒരുപാട് ഡാമേജ് വരും, മെഷീനറി ഡാമേജ് ആവും, മാൻ പവർ ഡാമേജ് വരും, ഒക്കെ എന്താണ് കമ്പനിക്ക് കോസ്റ്റ് വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഈ 7 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്. ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച കോസ്റ്റിനുള്ളിൽ പ്രൊഡക്ഷൻ നടത്താനും അതുവഴി കമ്പനിക്ക് പ്രോഫിറ്റ് വരാനും മെറ്റീരിയൽസ് വേസ്റ്റ് ആവാതെ, മെഷീനറി വേസ്റ്റ് ആവാതെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും കഴിയും. ഇത്രയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ എസ്സേയുടെ കൂട്ടത്തിൽ ചോദിക്കാം. സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഏതും എക്സാമിന് ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.